ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ സെഷനിലേക്ക് വന്ന എല്ലാരെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഈ ഒരു ഈവനിങ് വെബിനാറിലേക്ക് എല്ലാരെയും വെൽക്കം ചെയ്യാണ്. സക്സസ് ഫോർമുല എന്ന് പറയുന്ന നമ്മുടെ വെബിനാറിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് എന്നെ കേൾക്കാവോ? എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ? യെസ് ഓർ നോ? ഓക്കെ മാം, ഓക്കെ ആണ്. താങ്ക് യു. അപ്പോ വീഡിയോയില് കാണുന്നവര്, എനിക്ക് പരിചയമുള്ളവർക്ക് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം. നമ്മൾക്ക് പരസ്പരം കണ്ട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവാം. മാക്സിമം പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. സീതാ മാം ഒക്കെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ല? അപ്പൊ ആ ഒരു എനർജി നമുക്ക് വല്ലാത്തൊരു എനർജിയാണ് വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്തല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാണ്. എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓർക്കുന്നുണ്ടോ? ടോപ്പിക്കിന്റെ പേര് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തായിരുന്നു ടോപ്പിക്? പറയാവോ? വെബിനാർ ടോപ്പിക് എന്തായിരുന്നു? സക്സസ് ഫോർമുല അല്ലേ? സക്സസ് ഫോർമുലയാണ് നമ്മുടെ ഇന്നത്തെ വെബിനാർ. ഈ ഒരു വെബിനാറിലേക്ക് എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? സ്ക്രീന് വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. ഇനി ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യാം. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അല്ലാതെ ഞാൻ എല്ലാവരെയും തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ശബ്ദങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമ്മൾ സെഷനിലേക്ക് കടക്കാൻ എന്റെ സ്ക്രീന് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സക്സസ് ഫോർമുലയാണ് അല്ലെ? അതിന്റെ മേലെ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. വിജയം സാധ്യമാകുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ പോസ്റ്റിലുള്ളൊരു ചോദ്യമായിരുന്നു, വിജയം സാധ്യമാകുന്നില്ലേ എന്ന്. അപ്പോ എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ഒരു സക്സസ് ആണ് ശരിക്കും. പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്കൊരു സംശയമാണ്, എനിക്ക് മാത്രം സക്സസ് ആവാൻ പറ്റുന്നില്ലേ, അല്ല ഞാൻ സക്സസ്ഫുൾ ആണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് അല്ലേ? യെസ് ഓർ നോ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടോ? യെസ്, ഓക്കെ, തോന്നാറുണ്ട്. നമുക്ക് എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് സക്സസ്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് സക്സസ്? ഒന്ന് പറയൂ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സക്സസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് സക്സസ്? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മനസ്സമാധാനം അല്ലേ, ഹാപ്പി ലൈഫ്, പിന്നെ വേറെന്താണ്? വേറെന്തെങ്കിലും ഉണ്ടോ? സക്സസിനെ കുറിച്ച് പറയാൻ വേറെന്തെങ്കിലും ഉണ്ടോ? ഡെഫിനിഷൻസ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് സക്സസ് എന്നുള്ളത്? എന്തൊക്കെയാണ് ചാറ്റ് ബോക്സിൽ വരുന്നത്? ചാറ്റ് ബോക്സ് നമ്മൾ മാക്സിമം ഇന്ററാക്റ്റീവ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ എത്തുക, സൃഷ്ടാവിലേക്ക് അടുക്കുക, ഫീലിംഗ് ഗുഡ്, ഹെൽത്തി, പീസ്ഫുൾ ലൈഫ്. ഇങ്ങനെ അപ്പോ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആണ് അല്ലെ? ഹെൽത്തി ആൻഡ് പീസ്ഫുൾ ലൈഫ്, സൃഷ്ടാവിലേക്ക് അല്ലെ? മണി ഉണ്ടെങ്കിൽ എല്ലാം പതുക്കെ വരും, EFT വന്നതിന് ശേഷം. പിന്നെ എന്തായാലും സക്സസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടേക്ക് മനസ്സിലായ ഒരു കാര്യം, സക്സസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ട് അതിനൊരു മീനിങ് ഇല്ല. ഇറ്റ് ഹാസ് നോ മീനിങ്. ഇറ്റ് ഹാസ് ദ മീനിങ് ദാറ്റ് യു ആർ ഗിവിംഗ്. നമ്മൾ കൊടുക്കുന്ന മീനിങ് ആണ് സക്സസിനുള്ളത്. നമ്മൾ എന്ത് മീനിങ് ആണോ സക്സസിന് കൊടുക്കുന്നത്, അതാണ് സക്സസിന്റെ മീനിങ്. എന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, വി ആർ അച്ചീവിങ് സംതിങ്, വി ആർ സക്സസ്ഫുൾ. അങ്ങനെയാണ് നമ്മൾ പറയാം. അത് ചിലപ്പോൾ പണമായിരിക്കാം, ചിലപ്പോൾ ഹെൽത്ത് ആയിരിക്കാം, മെന്റൽ ഹാപ്പിനെസ് ആയിരിക്കാം, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവിടെയൊക്കെ അച്ചീവിങ് സംതിങ് ആണ്. നമ്മൾ എന്തൊക്കെയോ ഒന്ന് അച്ചീവ് ചെയ്യുന്ന സമയത്ത്, എന്തൊക്കെയോ ഒന്ന് നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് തോന്നുകയാണ് അല്ലേ? ഇവിടെ നമ്മുടെ ടോപ്പിക് സക്സസ് ഫോർമുലയാണ്. അതായത് നമ്മളിപ്പോ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു
എന്തെങ്കിലും സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മാക്സിമം ടേസ്റ്റി ആയിട്ട് അതിന് വേണ്ട ഒരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ നമ്മൾ അതിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം, അതായത് എന്തൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. വേണ്ടേ? യെസ് ഓർ നോ? വേണ്ട രീതിയിൽ ആവശ്യമുള്ള സംഭവങ്ങൾ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും അല്ലെ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന് വേണ്ട രീതിയിൽ ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ സക്സസിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്ന് പറഞ്ഞാല് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് A+B² ആ ഒരു ഫോർമുല അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പറയുന്ന സക്സസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന സക്സസ് ഫോർമുല. നിങ്ങൾ നോക്കുക എത്രത്തോളം ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഉപ്പാണെങ്കിൽ അത്, അതേപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്, അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്, ഒരു അളവുണ്ട്. അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു നല്ല രീതിയിൽ വരുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ലൈഫിലും നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ അതൊരു ഈക്വൽ പ്രൊപ്പോർഷനിൽ വരണം. അതിൽ ആ ഫോർമുലയിൽ നമ്പർ 1 ആണ് എന്ത്? വിഷൻ എന്ന് പറയുന്നത്. വിഷൻ എന്താണ്? വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കാണാം, ഒരാൾ ഇങ്ങനെ ഒരു ഹൈറ്റിൽ കയറി നിന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വീക്ഷിക്കാണ് അല്ലെ. അതേപോലെ നമ്മുടെ ലൈഫില് താങ്ക് യു ഷെർപ്പുക. ഓക്കെ, അപ്പോ നമ്മുടെ ലൈഫില് നമ്മൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിഷൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് എത്തേണ്ടത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിൽ നിങ്ങൾക്ക് കാണാം നോ യുവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഈ ഒരു ലൈഫ് കൊണ്ട് അല്ലെ, നമ്മുടെ ഈ ഒരു ലൈഫ് കൊണ്ട്, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. വേണ്ടേ? ആ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു കൃത്യമായിട്ടൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് എഴുതി ഉണ്ടാക്കുന്ന രീതി, നമുക്ക് എന്താണ് വേണ്ടത് അല്ലെ, എന്താണ് നമുക്ക് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട്, അതാണ് ലൈഫിൽ വിഷൻ എന്ന് പറയുന്നത്. ചില കമ്പനിയൊക്കെ പറയാറുണ്ട് കൃത്യമായ വിഷൻ ആൻഡ് മിഷൻ ഉണ്ട് എന്നൊക്കെ അല്ലെ. അതായത് കൃത്യമായിട്ട് കമ്പനിക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കമ്പനി വർക്ക് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ ലൈഫിലും കൃത്യമായ ഒരു വിഷൻ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഗോൾ എന്നൊക്കെ പറയാം നമുക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോ ഒരു യാത്ര പോവുകയാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ പോർച്ചിൽ ഒരു അടിപൊളി വണ്ടിയുണ്ട്, നല്ല പുതുപുത്തൻ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയുണ്ട്. നിങ്ങളാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആണ്, വണ്ടിയിൽ നിറയെ അതിന്റെ ഡീസൽ ആണെങ്കിൽ അത്, പെട്രോൾ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, എഞ്ചിനൊക്കെ ഓക്കെ ആണ്. അങ്ങനെ നിങ്ങൾ കാറിൽ കയറിയിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് നിങ്ങൾക്ക് അറിയില്ല, വണ്ടി വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം അറിയണ്ടേ? നിങ്ങളിപ്പോ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വെറുതെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഒരു ലക്ഷ്യം, ഒരു ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരിക്കും, നമ്മളിങ്ങനെ വെറുതെ സിഗ്സാഗ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വി ആർ വേസ്റ്റിംഗ് അവർ എനർജി ആൻഡ് ടൈം, മണി എല്ലാം വേസ്റ്റ് ചെയ്യായിരിക്കും. കുറെ എന്തൊക്കെയോ വേണമെന്നുണ്ട്, എവിടേക്കോ എത്തണം എന്നുണ്ട്, ആരൊക്കെയോ പോകുന്ന വഴി കണ്ടിട്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് എനിക്ക് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് അല്ല ഞാനിവിടെ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടൊരു ഡെസ്റ്റിനേഷൻ, കൃത്യമായിട്ടൊരു സ്ഥലം, അതിന് നമ്മൾ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയും കേട്ടോ. ഗോളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറയും. അതേപോലെ നെക്സ്റ്റ് ആണ് ഈ പോകുന്ന സ്ഥലം മാത്രം അറിഞ്ഞാൽ പോരാ, ഞാൻ എന്തിനങ്ങോട്ട് പോകണം അല്ലെ. അതാണ് വൈ ആം ഐ ഹിയർ. ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. ഞാൻ എന്തിനാണ്, നമ്മൾ ഇപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഹു ആം ഐ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അതേപോലെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ആം ഐ ഹിയർ. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? ഓരോ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം ചെയ്ത് അല്ലെ, ഒരേ പ്രശ്നങ്ങളുമായിട്ട്, ഒരേ പ്രോബ്ലംസുമായിട്ട്, ഒരേ പരാതിയുമായിട്ട് എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരേ രീതിയിൽ പോകാനാണ്, ഓർ സംതിങ് ഡിഫറൻസ്. എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ എനിക്ക് എന്താണ് മറ്റുള്ളവർക്ക് പർപ്പസ് എന്ന് പറയും നമ്മൾ അതിൽ. ലൈഫിൽ പർപ്പസ് ഓറിയന്റഡ് ആയിരിക്കുക എന്ന് പറയും. നോ ദ പർപ്പസ്. വൈ ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനാണ് നമുക്ക് വെറുതെ തന്നതായിരിക്കോ? നമ്മൾ സെലക്റ്റഡ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സെലക്റ്റഡ് മെമ്പർ ആണ് നമ്മൾ. അപ്പൊ നമ്മൾ അത്രയും വാല്യബിൾ ആണ്, പ്രഷ്യസ് ആണ്. നമ്മുടെ ലൈഫിനെ കൊണ്ട് അത്രയും എന്തോ സംഭവം നടന്നു പോവാനുണ്ട്. അത് നടക്കാതെ അത് എവിടെ എത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് നടന്നു പോകേണ്ടതെന്ന് അറിയാത്തപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ചലഞ്ചസും കാര്യങ്ങളും. ഒന്നും ചെയ്യാനില്ലാത്ത ഒരാൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആൻ ഐഡൽ മൈൻഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതാണ് എന്താ പറയാ, നമുക്ക് ആ ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറയും. കൃത്യമായി എഴുതി ഉണ്ടാക്കിയ ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്ന് പറയും. കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു ഗോള്. ഇവിടെ എത്ര പേർക്ക്, ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന എത്ര പേർക്ക് റിട്ടൺ ഗോൾ ഉണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ റിട്ടൺ ഗോൾ. എഴുതി വെക്കപ്പെട്ട ലൈഫിൽ ഞാൻ പറഞ്ഞ വിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ റിട്ടൺ ആയിട്ടുള്ള, വെറുതെ എന്റെ മൈൻഡിൽ ഉണ്ടായിട്ട് കാര്യമല്ല, എഴുതി വെക്കപ്പെട്ട ഗോളിൽ എത്ര പേരുണ്ട്? ഇവിടെ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ, ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത്. യെസ്, ബിജുന മാം പറയുന്നുണ്ട്, ഹാജറ ബി പറയുന്നുണ്ട്. ഇവിടെ ഞാൻ നോക്കട്ടെ, 84 മെമ്പേഴ്സ് ഉണ്ട്. ആയിഷ ഉണ്ട്, വെരി ഗുഡ് വെരി ഗുഡ്. മനാൽ മാം പറയുന്നുണ്ട് ഉണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് എന്താ പറയാ ലേൺഡ് പീപ്പിൾ ആണ്. യെസ് യെസ് യെസ്, വെരി ഗുഡ്. എനിക്കുണ്ട് അല്ലെ, റിട്ടൺ ഗോൾ ഉണ്ട്. കൃത്യമായിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി എഴുതി ഉണ്ടാക്കിയപ്പെട്ട ഗോൾ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷൻ ഉണ്ടായിരിക്കുക. രണ്ടാമത് നമുക്കൊരു റിട്ടൺ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കുക. സോറി, ഈ വിഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പഠനം നടത്തിയ സമയത്ത്, ഹവാർഡിൽ ഒരു പഠനം നടത്തിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അവിടെ ഒരു സ്റ്റുഡൻസിന് എണ്ണം ഞാൻ ഓർക്കുന്നില്ല, ഒരു കുട്ടികളുടെ MBA പഠിക്കുന്ന കുട്ടികളോട് ഒരു റിസർച്ച് നടത്തിയ സമയത്ത് താങ്ക് യു. അപ്പൊ മനസ്സിലായ ഒരു കാര്യമാണ്, ഓൺലി 3% ഓഫ് പീപ്പിൾ ഹാസ് റിട്ടൺ ഗോൾ. അവിടെ 3% ജനങ്ങൾ എന്നല്ല, അവിടെയുള്ള സ്റ്റുഡൻസിൽ തന്നെ 3% കുട്ടികൾക്കാണ് റിട്ടൺ ഗോൾ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. 10% ഓഫ് ആളുകൾക്ക് ഗോൾ ഉണ്ട്, ആഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷെ അത് മനസ്സിലാണ്, അത് റിട്ടൺ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി ഇല്ല. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അറിയില്ല ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അങ്ങ് പോണം. അല്ലെങ്കിൽ അവര് ഇപ്പൊ അവിടെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെക്കേഷൻ എൻജോയ് ചെയ്യണം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഒരു റിട്ടൺ ഗോൾ ഇല്ല. ഇത് തന്നെയാണ്, ഈ റിട്ടൺ ഗോൾ ഇല്ലാത്തത് തന്നെയാണ് പലപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണം. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ സക്സസ് ഫോർമുലയിലെ സെക്കൻഡ് പോയിന്റ് ആണ്, നിങ്ങൾക്ക് ഗോൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ജലാലുദ്ദീൻ സർ. അപ്പൊ ഇനി ഗോൾ ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ലൈഫിൽ. എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യാൻ ഒരുപാട് കോടിക്കണക്കിന് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ജോബ് നേടുക എന്നുള്ളത് മാത്രമല്ല, മനസമാധാനം, നല്ല റിലേഷൻഷിപ്പ്, ഹാപ്പി ഫാമിലി, ഇതൊക്കെ ഗോളാണ്. ലൈഫിന്റെ ഡിഫറെന്റ് പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ എന്താണ്, ഓരോ ഏരിയയിലും നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതാണ് ഇവിടെ നാസർ സർ പറയുന്നത്, നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് ആയിട്ട് നമുക്ക് വേണ്ട സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ മനസ്സിലാക്കലാണ്, ഞാൻ എന്നെ മനസ്സിലാക്കലാണ്, ഞാൻ എന്നെ അംഗീകരിക്കലാണ്, ഞാൻ എൻ്റെ അവസ്ഥകളെ അംഗീകരിക്കലാണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്താണ്, ഞാൻ എവിടേക്കാണ് പോകേണ്ടത് അല്ലെ, ഞാൻ എങ്ങനെ ഡെവലപ്പ് ആകണം, എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പോരാ. നമ്മളെപ്പോഴും അപ്പുറത്തേക്കാണ് നോക്കുക, അവിടെ എന്താ പോരായ്മ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ എന്താ പോരായ്മ ഉള്ളത് അല്ലേ, അങ്ങനെയല്ലേ? യെസ് ഓർ നോ? ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഇത് അതുകൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ആയിരുന്നു ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എനിക്ക് എന്താണ് കുറവുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് മാറ്റമാണ് ഞാൻ എന്നിൽ വരുത്തേണ്ടത്. ഈ ഒരു കാര്യം നമ്മുടെ സ്ട്രെങ്ത്, എനിക്കിത് കഴിയുമെന്നുള്ള ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് സിമ്പിൾ സില്ലി കാര്യം ആയിക്കോട്ടെ, എനിക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇത് നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സെൽഫ് ബിലീഫ് കുറയുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസിൽ ഫ്ലക്ച്വേഷൻസ് വരാം. ഇമോഷൻസിൽ ഫ്ലക്ച്വേഷൻസ് വരാന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ, ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ, ഈ ഒരു പിക്ചറിൽ ഡിഫറെന്റ് ഇമോഷൻസ് ആണ്. ഇതുപോലെ ഡിഫറെന്റ് ഇമോഷൻസിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും.
അല്ലെ? ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. ഇങ്ങനെ ഇമോഷൻസ് വരുമ്പോ, ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന വ്യക്തിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ള നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ലൈഫാണ്. ലൈഫിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്താലും എപ്പോഴും ആ എഴുതി വെക്കപ്പെട്ട പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടോ? യെസ് ഓർ നോ? ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട്, എങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, ഇങ്ങനെയാണ് ആഗ്രഹിച്ചത്, ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഇത് ഇതേപോലെ മുന്നോട്ട് പോകും എന്നുണ്ടോ? യെസ് ഓർ നോ? ഇല്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം ഇറ്റ് ഇസ് ലൈഫ്. അതാണ് എന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഉള്ളത്. ലൈഫ് ഇസ് എന്താണ്? ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ്. നമ്മൾ എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. നെഗറ്റീവ് ആയിട്ട് ചിലപ്പോൾ സംഭവിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ അവയർനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓരോന്നും സംഭവിക്കുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് അവർ തോട്ട് ഇറ്റ് സെൽഫ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മൈ, ഐ ആം ദ പ്രോഡക്റ്റ് ഓഫ് മൈ തോട്ട്സ് എന്ന് പറയാറുണ്ട്, അല്ലേ? ഇല്ലേ? ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയുന്ന ഒരു ആൻസർ ആണ് ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ്. അത് ശരിയാണ് താൻ. നമ്മൾ എന്താണോ ചിന്തിച്ച് കൂട്ടുന്നത്, നമ്മളുടെ മനസ്സിലൂടെ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോകുന്നത് എന്താണോ, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന പിക്ചേഴ്സ് എന്താണോ, അതിന്റെ ഒരു ആകെത്തുകയായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ. പക്ഷേ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. നമുക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാകും. വിഷമം ഉണ്ടായാലും, ഒരു നിമിഷത്തേക്ക് വിഷമം വന്നാലും അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ. അവിടെ നിങ്ങൾ ആ ഇൻസിഡന്റിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അത് അനുഭവിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. ഐ അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് ചാറ്റ് ബോക്സിൽ ഐ അക്സെപ്റ്റ് മൈസെൽഫ് ഒന്ന് ടൈപ്പ് ചെയ്തേ, കാണട്ടെ എത്ര പേർക്ക് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് അക്സെപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തത്, നീട്ടി ടൈപ്പ് ചെയ്യേണ്ട അക്സെപ്റ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് എ, യെസ് ഐ അക്സെപ്റ്റ് മൈസെൽഫ്, അല്ലേ? ജസ്റ്റ് എ എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഫോർ എ, അല്ലെ? അക്സെപ്റ്റ് എ. വെരി ഗുഡ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. നെഞ്ചിലൊന്ന് കൈവച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി, യെസ് ഇറ്റ്സ് ഓക്കെ, എന്റെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത്. എന്തൊക്കെ സംഭവിക്കുമ്പോഴും അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ദെൻ നമ്മള് നിലവിലുള്ള കാര്യങ്ങൾ ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന, സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എൻജോയ്. എന്താണ്? എൻജോയ് ലിറ്റിൽ തിങ്സ്. ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നിലവിൽ നമ്മുടെ ലൈഫിൽ ഉള്ള പോയ, അല്ലെ? തമാശക്ക് പറയാറുണ്ട്, കാല് വേദന എന്ന് പറയുന്ന ആളുടെ കാല് ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ പറയാറുണ്ട്, കാലല്ലേ പോയുള്ളൂ, ബാക്കി മുക്കാലും ഉണ്ടല്ലോ എന്ന്. കാൽ ഭാഗം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തായാലും എന്താണ് അവിടെ, എവിടെ വേദന ഉണ്ടെങ്കിലും, എന്തൊരു ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും നമ്മളെന്ന് പറയുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു സൃഷ്ടാവിന്റെ നമ്മുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അപ്പൊ അവിടെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളോ ഇതേപോലെയുള്ള നമ്മുടെ എന്താ പറയാ തോട്ട് കൊണ്ടൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇങ്ങനെ എന്തോ ഒരു സംഭവം കൊണ്ട് വന്നതാണ്. ഇനി അത് ഉണ്ടായിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, എന്നാലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു കാലിന് വേദന ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ സഹായിക്കുന്ന മറ്റേ കാലുണ്ട്, അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, അല്ലേ? കാല് വേദനയായിട്ട് നടക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഇരിക്കാൻ നമുക്കൊരു ചെയർ ഉണ്ടല്ലോ, അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയണം. നടക്കാൻ പറ്റാത്ത, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കിടന്നു പോകുന്നുണ്ടെങ്കിൽ, എനിക്ക് കിടക്കാൻ, ഈ അവസ്ഥയിൽ കിടക്കാൻ എനിക്കൊരു ബെഡ് ഉണ്ടല്ലോ, അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് പറഞ്ഞിട്ടാണോ? അപ്പൊ നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടാ പോകാറ്? ഈ വേദനയുള്ള കാലിലേക്കാണോ പോകാറ്, അല്ലെങ്കിൽ കിടക്കാനുള്ള ഈ ബെഡിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാറുണ്ടോ? രാത്രി കിടന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ, എനിക്ക് ഉറക്കം വരാത്ത അവസ്ഥയിലും എനിക്ക് കയറി കിടക്കാൻ എനിക്ക് ഒരു വീടുണ്ടല്ലോ, താങ്ക് ഗോഡ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയണം, വേണ്ടേ? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു അവസ്ഥയിലും, ഇങ്ങനെയുള്ള അവസ്ഥയിലും എനിക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ, എനിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലെ? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, ഇത് ചെയ്യാത്ത, ഇതില്ലാത്ത ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോക്കസ് മാറാണ്.
ഈ ഫോക്കസ് മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പെയിന് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാണ്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാണ്, ഡൊപ്പാമിൻ ഇഫക്റ്റ് വരികയാണ്, ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ്. അതേസമയം നിങ്ങളുടെ കോൺസെൻട്രേഷൻ അപ്പോഴും ആ വേദനയുള്ള കാലം തന്നെയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ വേദന ചിലർക്ക് ഇങ്ങനെയായിരിക്കും തോന്നുക, ഈ കാല് വേദനയായി മറ്റേ കാലിനും കൂടെ വേദന വന്നാലോ എന്നുള്ള അവസ്ഥയൊക്കെ ആയിരിക്കും ചിലർക്ക് തോന്നുക. അതേസമയം ഈ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ചെയ്യൂലേ? ചെയ്യുന്നവരായിരിക്കാം കേട്ടോ, എനിക്കറിയാം. നെക്സ്റ്റ് നമ്മള് ഫൊർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ഫൊർഗിവ്നെസ്, അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലൈഫിനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ലൈഫിനെയും പ്രോബ്ലത്തിനെയും എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രോബ്ലത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഒരു പ്രോബ്ലം ചിലപ്പോൾ ഒന്നായിരിക്കും, പോട്ടെ ഒന്നല്ല 10 പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പം മണി ബ്ലോക്ക് ഉണ്ട്, പിന്നെ എന്താ പറയാ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്, അതേസമയം എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പ്രോബ്ലംസ് 10 എണ്ണെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതേസമയം നിങ്ങളൊന്ന് എണ്ണി നോക്കുക, അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കുക. എനിക്ക് പാരൻസ് ഉണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, കുട്ടികള് നല്ല ആരോഗ്യമുള്ള, അല്ലെങ്കിൽ എന്താ പറയാ ഇനിയിപ്പോ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ആരോഗ്യമുള്ള കണ്ണുകളുള്ള കാലുകളുള്ള കുട്ടികളാണ് എനിക്കുള്ളത്. അതേപോലെ എനിക്ക് കയറി കിടക്കാൻ വീടുണ്ട്, അല്ലെ? എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ രണ്ടും ഒന്ന് എണ്ണി നോക്കുന്ന, കൗണ്ട് ചെയ്ത് എഴുതി നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് ഫീൽ ചെയ്യാ? എന്താ ഫീൽ ചെയ്യേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗത്ത് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആളോടൊന്ന് പുറത്തു കൊടുക്കാൻ നമുക്ക് പറ്റൂലേ? ഓക്കെ അല്ലേ? എളുപ്പാവൂലേ ഫൊർഗിവ്നെസ്? യെസ് ഓർ നോ? എളുപ്പാവൂലേ? എല്ലാരും പോയോ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ? യെസ് 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 യെസ്. നിങ്ങളുടെ റെസ്പോൺസ്, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുന്ന, ഞാൻ സ്ലൈഡാണ് കേട്ടോ കാണുന്നത്. നിങ്ങളെ ഞാൻ അധികമായിട്ട് ഉണ്ടല്ലേ? അബ്ദുൽ ഗഫൂർ സർ, സീനത്ത് മാം, സുലൈഖ മാം, സെയ്ദ മാം ഒക്കെ വീഡിയോയിലുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഫൊർഗിവ്നെസ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗിവ്നെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വിഷമം വരുന്ന സമയത്ത്, നമുക്ക് ഫൊർഗിവ്നെസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സമയത്ത്, നമ്മൾ സെൽഫിനോട് തന്നെ അല്ലെ, ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസും അതേപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഒരു സെൽഫ് ബോത്ത് ഒന്നും തോന്നാത്ത സമയത്ത് വെറുതെ എങ്കിലും നമ്മൾ അങ്ങ് പറയാ, ഒരു അഫർമേഷൻ പോലെ നമ്മൾ പറയാ, ഐ എം ഗുഡ്, ഐ ലവ് മൈസെൽഫ്, ഐ ഫൊർഗീവ് മൈസെൽഫ്, ഐ ഫൊർഗീവ് അതേഴ്സ്, ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ഒന്ന് ടൈപ്പ് ചെയ്തേ, ഇവിടെ നല്ല ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ ഐ എം ഗുഡ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ കാണട്ടെ. ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. നിങ്ങളെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുക എന്നെ കൊണ്ട് എഴുതിക്കാനും പണിയെടുപ്പിക്കാനും ആണോ? ഐ ആം ഗുഡ് ഒന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് വേറെ തന്നെയായിരിക്കും. ഐ ഫൊർഗീവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ആം ഗുഡ്, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. അല്ലെ? ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആ സെൽഫ് അവയർനെസിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സെൽഫ് അവയർനെസ് കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ്, മൂന്നാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ആണ്. ലൈഫിന്റെ ഓരോ ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ വിഷൻ പറഞ്ഞു, അതേപോലെ തന്നെ സെൽഫ് അവയർനെസ് പറഞ്ഞു. താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. അക്സെപ്റ്റ് മൈസെൽഫ്, ഐ എം ഗുഡ്, താങ്ക് യു ഓൾ. മൂന്നാമത്തതാണ് പ്ലാനിങ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യണം. നമുക്കറിയാം, എനിക്ക് വണ്ടി എടുക്കുമ്പോൾ എനിക്കറിയാം ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്, എനിക്ക് ഡ്രൈവിംഗ് അറിയാം എന്നൊക്കെ എനിക്കറിയാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ ഇല്ല, അവയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് റൂട്ടിലൂടെ പോകണം, ആ ഒരു പ്ലാനിങ്ങും കൂടെ എനിക്ക് ഉണ്ടായിരിക്കണം. അതിന് ക്ലാരിറ്റി. ആ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ വണ്ടി എടുത്ത് നമുക്കറിയാതെ ഏതെങ്കിലും റൂട്ടിൽ പോയിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മൾ ടൈം മാനേജ്മെന്റ് നടത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്ലാനിങ് നടത്തേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. നിങ്ങളിപ്പോ ഒരു ഷോപ്പിങ്ങിന് പോയി, ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. സപ്പോസ് നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി, വലിയൊരു ഷോപ്പിംഗ് മാളിൽ പോയി, കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്, പക്ഷെ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ അവിടെ ഷോപ്പിംഗ് ഈസി ആവോ? പ്ലാനിങ്ങോ കാര്യങ്ങളോ ആദ്യം എൻ്റെ അടുത്ത് പോകണമെന്നോ ഒന്നും പ്ലാനിങ്ങും ഇല്ല, ലിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവും? നിങ്ങൾ കുറേ മാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ മറന്നു പോകും, അല്ലെ? ചില കാര്യങ്ങൾ മറന്നു പോകും. കുറെ അങ്ങോട്ട് പോയി സാധനം വാങ്ങിയിട്ടായിരിക്കും തിരിച്ച് വീണ്ടും ഇതേ സ്പോട്ടിൽ വന്നിട്ട് എപ്പോഴായിരിക്കും അവിടെ നിന്ന് ഒന്നുകൂടെ വാങ്ങാനുണ്ട് എന്നുള്ളൊരു ഓർമ്മ പിന്നീടായിരിക്കും വരാം. ചിലപ്പോൾ വണ്ടി എടുത്ത് പോകാൻ നേരത്തേക്ക് ഒന്നുകൂടെ വാങ്ങാനുണ്ട് എന്നുള്ള ഓർമ്മ വരും, അല്ലെ?
അതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്. അതേപോലെയാണ് ലൈഫിലും. നിങ്ങൾ അവിടെ എന്തൊക്കെ ഇല്ലേ, നിങ്ങൾ അവിടെ യെസ് ആയിഷ മാം, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ഇൻ മൈ റൂട്ട്സ് ആൻഡ് മൈ ബ്രാൻഡ്സ് ഡേ ബൈ ഡേ, വെരി ഗുഡ്. യെസ്, ആവശ്യമുള്ളത് എഴുതിയെടുത്ത് പോകണം, അതാണ് പ്ലാനിങ്. ഇതേപോലെ തന്നെയാണ് ലൈഫിൽ ആവശ്യമുള്ളത്. എനിക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ ആഴ്ചയിൽ ഞാൻ ആരെയൊക്കെ കാണാനുണ്ട്, ഞാൻ എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇന്ന് ആരെയൊക്കെ വിളിക്കണം, നാളെ നേരം വെളുത്ത് ഞാൻ ആരെയൊക്കെ മീറ്റ് ചെയ്യണം, ഞാൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ്, ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ. പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നാളെ ഒരു അടിപൊളി സെഷൻ വരുന്നുണ്ട് കേട്ടോ. ടൈം മാനേജ്മെന്റ് നാളെ ട്യൂസ്ഡേ ആണ്. റെറ്റോറിയ എന്താ പറയാ, റെറ്റോറിയൻ സ്പീക്കേഴ്സ്, റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കഴിഞ്ഞ സ്പീക്കേഴ്സ് അവരുടെ സെഷൻ വരുന്ന ദിവസമാണ് നാളെ. ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ 8 മണിക്കായിരുന്നു സെഷൻ വെക്കാറ്, പക്ഷെ നാളത്തെ സെഷൻ 3 മണിക്കാണ്, ഈവനിങ് ആഫ്റ്റർനൂൺ 3 മണിക്ക്. കാരണം ഒരു ടൈമിന്റെ GCC ഉള്ള ആളായതുകൊണ്ട് ടൈമിന്റെ കാര്യം വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ നാളത്തെ സെഷനിൽ? ടൈം മാനേജ്മെന്റ്, പ്ലാനിങ്, എങ്ങനെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ടൈം മാനേജ്മെന്റിന്റെ ഒരു സെഷൻ നമുക്ക് നാളെ വരുന്നുണ്ട്. കൃത്യം 3 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ നമ്മുടെ ലിങ്ക് ഒക്കെ നാളെ ഷെയർ ചെയ്യാം. നിങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ്ങിനെ കുറിച്ചോ ടൈം മാനേജ്മെന്റിനെ കുറിച്ചോ ടു ഡു ലിസ്റ്റിനെ കുറിച്ചോ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നാളെ ആ സെഷനിൽ കിട്ടും കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ടതാണ് പോസിറ്റീവ് സർക്കിൾ എന്ന് പറയും. ബി പാർട്ട് ഓഫ് എ പോസിറ്റീവ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സർക്കിൾ. ഈ പോസിറ്റീവ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പിലായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പോസിറ്റീവ് സർക്കിൾ എന്ന് പറഞ്ഞാല് അത് മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ജോലി ചെയ്യുന്ന സ്ഥലം, ഈവൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കം, സോഷ്യൽ മീഡിയ എന്ന് പറയും, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇതിലൊക്കെയുള്ള ആളുകൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണോ? ഇതൊക്കെ അല്ലെ നമ്മൾ പറയാറുണ്ട്. പോസിറ്റീവ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. അതെല്ലാ രീതിയും, നെറ്റ്വർത്ത് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് അല്ലെങ്കിൽ പണം മാത്രമല്ല കേട്ടോ. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പെരുമാറ്റം, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ, നമ്മൾ ഒരാളെ നോക്കിക്കാണുന്ന രീതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മൾ ഡെയിലി കണക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ, അത് കേട്ടാൽ മനസ്സിലാക്കുക ഇയാളുടെ ചുറ്റുപാടുള്ള ആളുകൾ ആരാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റൻഷനൽ, നമുക്കത് ഈസിയാണ്, ഇറ്റ്സ് വെരി ഈസി. ഇക്കാലത്ത് അത് ഈസിയാണ് പോസിറ്റീവ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുടെ ഭാഗമാവുക. അതേപോലെ തന്നെ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടപെടുക, അവരുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി കിട്ടുകയാണ്. ഒരു പോസിറ്റീവ് സർക്കിൾ ആയിട്ടിരിക്കുക. നമ്മുടെ എൻവയോൺമെന്റ് ആയാലും ഫ്രണ്ട് സർക്കിൾ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട, ഇത് നമ്മുടെ എന്താ പറയാ, ഈ സക്സസ്ഫുൾ ലൈഫിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഈ സ്ലൈഡ്സ് നോക്കാം, നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ടാവും കേട്ടോ, റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഭാഗമായിട്ട് മാറുക. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എല്ലാ സിറ്റുവേഷനിലും ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയതൊന്നും വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട്, കണ്ടോ, ഒരു പോസിറ്റീവ് സർക്കിളിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ അല്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. ചിലപ്പോൾ ഫാമിലിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും, ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടാകും. അവരൊന്നും പെട്ടെന്ന് പോയിട്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ബൈ ബൈ ഇട്ടോ, ഞാൻ നാളെ മുതൽ ഇല്ലാന്ന്, യെസ്, വർക്ക് വിച്ച് വി ലവ്, അപ്പൊ അവരോട് ബൈ ബൈ പറഞ്ഞ് പോവാന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവരൊക്കെ നമ്മളൊരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും, ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിൽ അവരങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അവർ പറഞ്ഞോട്ടെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് ഒരിക്കലും നമ്മുടെ ആ ഇമോഷൻസിന് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പഠിച്ചവരായിരിക്കും നിങ്ങൾ. ഒരിക്കലും ആ പുറത്തുള്ള ആളെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതേസമയം ആ ആളിൽ നിന്ന് നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ 5 സെൻസസിലൂടെ, നമ്മുടെ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്മെല്ലിലൂടെ, അതേപോലെ തന്നെ ടേസ്റ്റിലൂടെ, അല്ലെങ്കിൽ എന്താ പറയാ ടച്ചിലൂടെയൊക്കെ നമ്മുടെ കോൺഷ്യസ് ബോഡി, കോൺഷ്യസ് സെൻസസ് ആണ് അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്,
ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ പെട്ടെന്നൊന്ന് നമ്മൾ അല്ലെ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. ആർക്കാളും പെട്ടെന്ന് ഒരു എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ തിരിച്ച് ആ ഒരു ഇതിലേക്ക് പാറ്റേണിലേക്ക് തിരിച്ചു പോവുക. ഞാൻ ഇതല്ല ഇത് ഈ രീതിയിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങനെ പോകും. അതുകൊണ്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഫർമേഷൻസ് ഇല്ലേ, ഐ എം ഗുഡ്, ഐ ആം ഓക്കെ, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫൊർഗീവ് മൈസെൽഫ്, ഐ ഫൊർഗീവ് അതേഴ്സ് എന്നല്ലേ, ഇറ്റ്സ് ഓക്കെ, ഞാൻ എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കും. ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, ഉള്ളിന്റെ ഉള്ളിൽ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്, ഐ ഫൊർഗീവ് ദം, ഐ ഫൊർഗീവ്, ഇറ്റ്സ് ഓക്കെ, ഐ ഫൊർഗീവ് ദം, ഞാൻ ക്ഷമിച്ചു കൊടുത്തു, ക്ഷമിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ ക്ഷമിക്കുന്നില്ലെങ്കിൽ കൂടി നമുക്ക് പറയാം ഞാൻ ക്ഷമിച്ചു കൊടുത്തു. അതൊരു തരം ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ആണ്. നമ്മൾ ഫേക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അഭിനയിച്ചുണ്ടാക്കിയെടുക്കുക. അങ്ങനെ കുറെ പറയുമ്പോൾ ഉള്ളിലേക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഫീലിംഗിൽ വരുന്നില്ലെങ്കിലും കുറെ ഇത് പറയുന്ന സമയത്ത് നമ്മൾ അഫർമേഷൻസ് പറഞ്ഞ് ഉറപ്പിക്കാന്ന് പറയും. അതേപോലെ കുറെ ചെയ്യുന്ന സമയത്ത് നമുക്കത് അതങ്ങനെയാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വരും. അതാണ് ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ്. അപ്പൊ അതേ രീതിയിൽ നമ്മൾ പോസിറ്റീവ് സർക്കിളിൽ ആയിരിക്കുമ്പോൾ അല്ലാത്ത ആളുകളെ നമ്മൾ അവരാരും ആരെയും നമ്മൾ മോശക്കാരായിട്ട് കാണണ്ട അല്ലെ. ഒരാളും ഒരു സംഭവം മോശക്കാരായിട്ടില്ല. ഈ ഒരു ഭൂമിയിൽ നമ്മൾ സൃഷ്ടാവ് ആവശ്യമില്ലാത്ത പർപ്പസ്ഫുൾ അല്ലാത്ത ഒരു സംഭവത്തിനെയും പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത്. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും. എല്ലാ സൃഷ്ടിപ്പിനും പിന്നിലും ഒരു റീസൺ ഉണ്ടാവും. ചില സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് പാഠം പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. നമ്മൾക്ക് പാഠം പഠിക്കാനുള്ള, അതിൽ നിന്ന് നമ്മൾ അവരെ നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ ഒരു സൃഷ്ടി കടന്നു പോകുമ്പോൾ അങ്ങനെ പോരായ്മകളുള്ള ഇപ്പൊ സ്വഭാവദൂഷ്യാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ വീക്ക്നെസ് ആവാം, അത് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ, ഇത് എനിക്കുള്ള ഒരു പാഠമാണ്, ഇത് എനിക്കുള്ള ഒരു പാഠമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതേസമയം അയാളൊരു കോലം കണ്ടില്ലേ, അയാളുടെ ഒരു നോട്ടം കണ്ടില്ലേ, അങ്ങനെ ഒരാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. നമുക്കുള്ള ഒരു പാഠമാണ്. അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പ്രാർത്ഥന കൊടുക്കാം. അല്ല നമുക്കൊരാളെയും ബ്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? പിന്നെ നമ്മളൊരാൾ പെരുമാറുമ്പോൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എന്നോട് ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു, എന്നോട് ഒരാൾ ഷൗട്ട് ചെയ്താൽ എനിക്ക് സങ്കടാവോ? തീർച്ചയായിട്ടും സങ്കടാവും. അപ്പൊ പിന്നെ ഞാൻ ഷൗട്ട് ചെയ്ത അയാൾക്ക് സങ്കടാവൂലേ അല്ലേ? അതേപോലെ ഓരോ കാര്യം കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സാധ്യമാകുന്നില്ലേ എന്ന് ചോദിച്ചത്. വിജയം സാധ്യമാകും, കുറച്ച് സമയം എടുക്കും, കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആ ഒരു പോസിറ്റീവ് സർക്കിളിലായിരിക്കുക. അഞ്ചാമത്തതാണ് ഞാൻ ഈ പറഞ്ഞ സമയം എടുക്കുന്ന പറഞ്ഞ ആക്ഷൻ ആണ്. നമുക്ക് കുറേ നോളേജ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ എനിക്ക് അറിയാം, ഇതൊന്നും അറിയാത്തവരാണോ നിങ്ങൾ? ഇത് അറിയാത്തവർ ഞാൻ വന്ന് പഠിപ്പിക്കാണോ? നിങ്ങൾക്കറിയാം ഇതൊക്കെ. ചിലപ്പോ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഇതിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷെ നമ്മൾ ഈ അറിവ് വെച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം പോരാ. ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ ആണ് പ്രധാനം. നമ്മുടെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ ഉണ്ട്. എനിക്കറിയാം എവിടെ പോകണം എന്നുള്ളത്. എനിക്ക് കാലിക്കറ്റ് പോകണം, എൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്, ഞാൻ ഡ്രൈവറാണ് അല്ലെ. എനിക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്, എൻ്റെ വണ്ടി ഓക്കെ ആണോ, ഇതിൽ എഞ്ചിൻ ഓക്കെ ആണോ, ഇതിൽ പെട്രോൾ ഉണ്ടോ, ഇതൊക്കെ എനിക്ക് അറിയാം. എനിക്ക് പ്ലാനിങ്ങും ഉണ്ട്, റൂട്ട് എനിക്കറിയാം, ഇന്ന റൂട്ടിൽ പോകണം എന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ നല്ല സ്നേഹമുള്ളല്ലേ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഇതൊക്കെ ഓക്കെയാണ്, ഞാൻ പോസിറ്റീവ് സർക്കിളിലാണ് ഉള്ളത്. പക്ഷേ ഞാൻ വണ്ടി സ്റ്റാർട്ട് ആക്കണ്ടേ, ഞാൻ ഡ്രൈവ് ചെയ്ത് പോണ്ടേ. ഇനി ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ക്യാഷ് തരാനുള്ളവരെ കാണുമ്പോൾ ദേഷ്യം വരാറില്ല ഇപ്പോ. വെരി ഗുഡ്, ഗ്രേറ്റ്. അപ്പോ എന്താ പറയാ, ആക്ഷൻ എടുക്കണം നമ്മൾ. ഈ പ്രാക്ടീസ്, ഞാൻ ഈ പറഞ്ഞ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പോയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലി ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മൈൻഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട്, മൈൻഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. ഡിസ്റ്റർബ് ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് സ്വയം പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിക്കാൻ തന്നെ വിശ്വസിച്ചോളൂ. ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ആ ഒരു ഇത് കൊടുക്കുക. അത് മാത്രമല്ല ആക്ഷൻ, അതും ഒരു ആക്ഷൻ ആണ്. ഇപ്പൊ ഫൊർഗീവ്നെസ് ആണെങ്കിൽ ഒരു ആക്ഷൻ ആണ്, മൈൻഡ് പ്രാക്ടീസ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മൈൻഡ് പ്രാക്ടീസ് ആണ്. എഴുതാറുണ്ടോ? ഡെയിലി എഴുതാറുണ്ടോ? എഴുതിയില്ലെങ്കിൽ പറയാറുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഉണരാറുണ്ടോ? യെസ്, ഗ്രേറ്റ്. അപ്പൊ ഇതും ഒരു ആക്ഷൻ ആണ്. ആക്ഷൻ എടുക്കാതെ നമുക്ക് ഒരിക്കലും, പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതേപോലെ ഓരോ കാര്യവും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ.
പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരുപാട് കാരണമുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് പേടിയായിട്ടില്ലേ, നമ്മളിപ്പോ ജോലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് പേടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഞാനത് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ? ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഇവിടെ വന്നൊരു സെഷൻ എടുക്കാൻ പറയുകയാണെങ്കിൽ നല്ല കഴിവുണ്ടാവും, നല്ല നോളജ് ഉണ്ടാവും, എന്നെക്കാളേറെ നല്ല നോളജ് ഉള്ള നല്ല വായനയുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവുക, ചിലപ്പോൾ അവിടെ പേടിയായിരിക്കും. ചിലപ്പോ അല്ലെങ്കിൽ എന്താ പറയാ, ആരെങ്കിലും ഒന്ന് വിചാരിക്കോ, ചിലപ്പോ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ലാക്ക് ഓഫ് സംതിങ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതിനാവശ്യമായ റിസോഴ്സസോ കാര്യങ്ങളോ ഇല്ലാത്തതായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ഷൻ. പക്ഷെ ആക്ഷൻ എടുത്താലേ അല്ലെ ആക്ഷൻ ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. ആക്ഷൻ ആണ് നമ്മളെ എപ്പോഴും എന്തിലേക്ക് നയിക്കുന്നത്? ആക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ ഒരു ആക്ഷൻ ലൈഫിൽ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇത്ര കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് അറിവോ നോളേജോ ഒരുപാട് പഠിച്ചിട്ടോ ഒന്നല്ല. ഞാനൊരു ആക്ഷൻ എടുത്തപ്പോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അതേപോലെ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പ്ലാൻ ചെയ്തു, ആക്ഷൻ എടുത്തു. അതുകൊണ്ടാണ് എൻ്റെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു കേട്ടോ. ആ ആഗ്രഹത്തിനെ ഗോളാക്കി സെറ്റ് ചെയ്ത് വിഷനാക്കി. അപ്പോഴാണ് എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തൂടാ. ആ ഒരു തോന്നൽ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇതേപോലെ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ സെൽഫ് അവയർനെസിന്റെ ഭാഗമാണ് നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇനി എന്താണ് ഇതിന് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കലായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് സർക്കിളിൽ എത്തിപ്പെടലായിരിക്കും, പ്ലാനിങ് ആയിരിക്കും. എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് ആക്ഷൻ. വിതൗട്ട് ആക്ഷൻ വി വിൽ നോട്ട് റീച്ച് അവർ ഡെസ്റ്റിനേഷൻ ഓർ വിൽ നോട്ട് ഹാവ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ആക്ഷൻ ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. അപ്പോ ഒരു നമ്മുടെ സെഷൻ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു എന്താ പറയാ, ഞാനൊരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ വേണോ നിങ്ങൾക്ക്? മെഡിറ്റേഷൻ വേണോ? യെസ് ഓർ നോ? വേണോ മെഡിറ്റേഷൻ? യെസ് 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 യെസ്. ഓക്കെ, ചെറിയൊരു ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 10 മിനിറ്റ്, 5-10 മിനിറ്റ് ചെറിയൊരു റിലാക്സേഷൻ മെഡിറ്റേഷൻ തരാം കേട്ടോ. നമ്മുടെ സെഷൻ ഇവിടെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മളെ റെറ്റോറിയ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്നെ അറിയോ? സാധാരണ തുടക്കത്തിലാ പരിചയപ്പെടുത്താറ്, ഞാൻ അറിയാന്നുള്ളൊരു ധാരണയിൽ അങ്ങ് എടുത്തു പോയതാണ്. എന്നെ അറിയോ? എന്റെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു അല്ലേ? അറിയില്ല, സജിനയ്ക്ക് അറിയില്ല എന്നെ. സജിന അതേപോലെ തന്നെ ആയിഷയ്ക്ക് അറിയാം, അബ്ദുൽ ഗഫൂർ അറിയാം, മുംതാസ് മാമിന് അറിയില്ല, ജാസ്മിൻ വില്ലങ്കന് അറിയില്ല, റസിയ ഇക്ബാലിന് അറിയാം, അസ്ക ഫാത്തിമയ്ക്ക് അറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ റെറ്റോറിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ്, EFTയിലൂടെ അറിയാം. പബ്ലിക് സ്പീക്കിംഗ് മർവയ്ക്ക് അറിയില്ല, വിജിൻ അറിയാം, സീനത്ത് മാമിന് അറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞോളന്നില്ലല്ലോ അല്ലേ? ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോ റെറ്റോറിയ അങ്ങനെയാണെങ്കിൽ റെറ്റോറിയം ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അല്ലെ? റെറ്റോറിയ എന്ന് പറയുന്നത് അറിയാം. താങ്ക് യു ബുഷ്ര മാം. അപ്പൊ റെറ്റോറിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്, സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമിലാണ്. അത് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് നടത്താറുണ്ട്. അതേപോലെ ഗ്രോ വിത്ത് റെറ്റോറിയ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഗോൾ സെറ്റിംഗ് കോഴ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ ഒരു സ്കില്ല് പലരിലേക്കും എത്തിക്കുന്ന ഞാൻ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ സ്പീക്കേഴ്സ് ആണ് ട്യൂസ്ഡേയ്സിൽ വന്നിട്ട് വെബിനാർ പ്രസന്റ് ചെയ്യാറ്. ആ ഒരു കോഴ്സിന്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക്, ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. ജസ്റ്റ് കോഴ്സ് ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാണ്. നമ്മൾ ഈ ഒരു സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് എന്താണ്, അതേപോലെ അതിൽ എങ്ങനെ നമുക്ക് ഈ സ്കിൽ കോഴ്സിലൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന. കഴിഞ്ഞ ദിവസം വിജിൻ താല്പര്യമുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്താ പറയാ, നമ്മൾ ഈ സ്ലൈഡിന്റെ താഴെ ഉള്ളതാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ. ഒരു എൻക്വയറി വന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓൺലൈനിൽ കൂടെ ഒക്കെ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ആവോന്നൊക്കെ അല്ലെ? അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ ഇരിക്കുന്ന ഞാനും, അതേപോലെ തന്നെ നമ്മുടെ ട്യൂസ്ഡേയ്സിൽ നമ്മുടെ വന്ന് വെബിനാർ അവതരിപ്പിക്കുന്നവരും. അപ്പൊ നാളെ മറക്കരുത്, നിങ്ങൾ ടൈം മാനേജ്മെന്റിന്റെ ഒരു വെബിനാർ നാളെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ റെറ്റോറിയൻ സ്പീക്കർ വന്ന് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 3 മണിക്കാണ്. ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതേപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീച്ച്, അതേപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ്, സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യാം, സൂം ഹാൻഡ്ലിംഗ് എങ്ങനെ നടത്താം, പോഡ്കാസ്റ്റിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റ്, ഇതിൽ പറയാത്തൊരു സ്കില്ല് ഇന്റർവ്യൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്.
പിന്നെ കോഴ്സ് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഒരു സെഷൻ, ഇന്നത്തെ സെഷൻ. ഇനി നമുക്ക് ജസ്റ്റ് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനു മുന്നേ ഞാൻ എല്ലാവരെയും ഒന്ന് എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തപ്പോൾ എല്ലാവരെയും ഒന്നും കണ്ടില്ല. സുലേഖ മാം, ഗഫൂർ സർ. അപ്പൊ നിങ്ങൾക്ക് സെഷനിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഗ്രീഡിയൻസ് പറഞ്ഞുള്ള വിഷന് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താ പറയാ, പർപ്പസ് ഉണ്ടായിരിക്കാന്ന് പറഞ്ഞു. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം, ഫോർഗിവ്നെസ് കൊടുക്കണം, സെൽഫിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് നമ്മൾ ഐ എം ഗുഡ്, ഐ എം ഗ്രേറ്റ് എന്ന് പറഞ്ഞ കുറെ അഫർമേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മളെല്ലാം ഓക്കെ അല്ലേ? ഗുഡ് അല്ലേ? ഗ്രേറ്റ് അല്ലേ? യെസ് ഓർ നോ? നല്ല ആളുകളല്ലേ? യെസ് ഓർ നോ? നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ ഫോർഗിവ്നെസ് കൊടുക്കുന്നില്ലേ? യെസ് ഓർ നോ? ബാക്കിയുള്ളവർക്കും നിങ്ങൾ ഫോർഗിവ്നെസ് കൊടുക്കുന്നില്ലേ? താങ്ക് യു, താങ്ക് യു. നമുക്ക് തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിന് വല്ലാത്തൊരു ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ ഇവരെല്ലാ ആളുകളെ. നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങ് വൈൻഡപ്പ് ചെയ്ത് പോവുമായിരിക്കും. എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് തന്നെ ആവാം അല്ലെ? മെഡിറ്റേഷനും കൂടെ നമുക്കങ്ങ് നടത്താം. ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തൂടെ നമുക്ക്? റെഡി? റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. ടൈപ്പ് ചെയ്യിച്ച് രാത്രി ഞാൻ നിങ്ങളെ ഒരു വഴിക്കാക്കിയില്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ, ചെറിയൊരു റിലാക്സേഷൻ മെഡിറ്റേഷൻ. നിങ്ങൾ വളരെ കംഫർട്ടായിട്ട്, വളരെ കൂളായിട്ട്, കാം മൈൻഡായിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കൈ രണ്ടും ഒരു ഓപ്പൺ പൊസിഷനിൽ നിങ്ങളുടെ മടിയിൽ വെച്ചിട്ട്, ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. നിങ്ങളുടെ ക്യാമറ വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ മതി. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു സ്വാഭാവികമായ രീതിയിൽ, മസിൽ പിടുത്തം ഒന്നും വേണ്ട, ബോഡി റിലാക്സ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ള രീതിയിൽ മസിൽ പിടുത്തം കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് റിലാക്സ് ആയിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് രണ്ട് കൈകൾ ഇങ്ങനെ ഓപ്പൺ പൊസിഷനിൽ മടിയിൽ വെച്ചിട്ടൊന്ന് ഇരിക്കുക കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതേപോലെ ക്യാമറ ഓഫ് ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു എനർജി ഹീലിംഗ് ആണ്. മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്ഷൻ പാർട്ടാണ് മെഡിറ്റേഷൻ. നമ്മളെ തന്നെ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇന്നർ സെൽഫിനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു റിലാക്സ്ഡ് ആക്കുന്ന ഒരു സെൽഫ് ഹീലിംഗ്, സെൽഫ് റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സ്വസ്ഥമായിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ, തോട്ട് വരുന്നുണ്ടെങ്കിൽ, പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ, അതിലൊരിക്കലും മൈൻഡിനെ, ഈ മെഡിറ്റേഷൻ ഈവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിൽ നിങ്ങൾ ഡിസ്റ്റർബ് ആവരുത്. സെൽഫിനെ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്, മറ്റുള്ളവരെയും ബ്ലെയിം ചെയ്യരുത്. ഇറ്റ്സ് ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ലീവ് ചെയ്യുക. എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുന്ന ഒരു മൈൻഡിന് ഒരു കൊടുക്കുക, ഒരു അഫർമേഷൻ കൊടുക്കുക. ചിന്ത മാറുന്ന സമയത്ത്, ശ്രദ്ധ പോകുന്ന സമയത്ത് ഒരു ബ്രീത്ത് എടുക്കുക. സോ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ട് കൈകളും ഓപ്പൺ പോസ്റ്ററിൽ വെച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നോർമൽ ബ്രീത്തിങ്, ടേക്ക് നോർമൽ ബ്രീത്തിങ്. വളരെ നോർമൽ ആയിട്ട്, സാധാരണ ഉള്ള പോലെ ആയാസപ്പെടാതെ നോർമൽ ആയിട്ട് ബ്രീത്ത് എടുക്കുക. Take a normal breath in and out. Breathe in, relax, breathe out. Take a normal breath again. Breathe out, relax. നോർമൽ ആയ രീതിയിൽ വീണ്ടും ബ്രീത്ത് എടുക്കുക. കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ രണ്ടും അടയ്ക്കുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരെ ലൂസാക്കി, റിലാക്സ്ഡ് ആയിട്ട് നട്ടല് നിവർത്തി, വളരെ ലൂസായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ചിന്തയെ മുഴുവൻ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വളരെ നോർമൽ ആയിട്ട് ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സും ശരീരവും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരെയധികം റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങളുടെ ശരീരം വളരെയധികം, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും
വളരെയധികം റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Take a deep breath in, breathe out. Take a deep breath in, relax, breathe out. Again, take a deep breath in, breathe out. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവുകയാണ്. നിങ്ങൾ പൂർണ്ണമായും ശാന്തമായ, സന്തോഷമായ, സമാധാനമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസത്തിലൂടെയും നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ഓരോ ശ്വാസത്തിലേക്കും ഒരു ഹീലിംഗ് എനർജി, ഒരു ഡിവൈൻ എനർജി, ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ഊർജം നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറുകയാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഹീലിംഗിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു എനർജി ശ്വാസത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ്. നിങ്ങൾ ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് മറ്റുള്ളവരോടുള്ള ദേഷ്യമായിക്കോട്ടെ, വെറുപ്പായിക്കോട്ടെ, കടമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഉറക്കമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ആ ശ്വാസത്തിലൂടെ നിങ്ങളെ അലട്ടുന്നത് എന്താണോ അതിനെ നിങ്ങൾ പുറത്തേക്ക് കളയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിലൂടെ ഒരു എനർജി, ഒരു ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ടും അത് ഓരോ അവയവങ്ങളിലൂടെയും കടന്നു പോകുന്നതായിട്ടും സങ്കല്പിക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം മുതൽ തലഭാഗം മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും നിങ്ങളൊന്ന് മനസ്സിലൂടെ ഒന്ന് സ്കാൻ ചെയ്യുന്ന പോലെ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടുക. നിങ്ങളുടെ ഓരോ ശ്വാസത്തിൽ നിന്നും പോസിറ്റീവായ ഒരു എനർജി നിങ്ങളുടെ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആവുകയാണ്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ആ ദൈവിക ഊർജത്തെ, ദൈവിക എനർജിയെ ശരീരം മുഴുവൻ ആവാഹിച്ചെടുക്കുകയാണ്. ശരീരത്തിലേക്ക് നിങ്ങൾ അത് സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗം, നിങ്ങളുടെ തലച്ചോറ്, ഇതെല്ലാം റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തലയിലൂടെ ആ ഒരു പ്രകാശം, ഒരു ദിവ്യപ്രകാശം, നിങ്ങളുടെ ശ്വാസത്തിലൂടെ കടന്നു വരുന്ന ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ തലച്ചോറിനെ മുഴുവൻ ആവരണം ചെയ്ത് പൊതിഞ്ഞ് നിങ്ങളുടെ തലയിലൂടെ താഴേക്ക്, നെറ്റിത്തടത്തിലൂടെ, കണ്ണുകളിലൂടെ, കവിൾത്തടത്തിലൂടെ താഴേക്ക് ഒരു പ്രകാശം, ഒരു ദിവ്യപ്രകാശം കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ ചുണ്ടുകൾ, കഴുത്ത്, ഇതെല്ലാം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി ഭാരം കുറഞ്ഞൊരവസ്ഥയിലേക്ക് നിങ്ങൾ അങ്ങനെ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ ഒഴുകി നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്തൊരവസ്ഥയിലൂടെ അങ്ങനെ റിലാക്സ്, കംപ്ലീറ്റ് റിലാക്സേഷൻ. Breathe in, breathe out. Breathe in, breathe out. Take a deep breath in and out. Again, take a deep breath in and out. നിങ്ങളുടെ ശരീരം ഇപ്പോൾ പൂർണ്ണമായും ഭാരം കുറഞ്ഞ ഒരവസ്ഥയിൽ നിങ്ങൾ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ തലയിലൂടെ കടന്നു വന്ന ആ പ്രകാശം ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിലൂടെ, ഇരു കൈകൾക്കുള്ളിലൂടെയും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നിങ്ങളുടെ എല്ലിനുള്ളിലൂടെ, മാംസത്തിനുള്ളിലൂടെ ഒരു പ്രകാശം കടന്നു പോയി നിങ്ങളുടെ ശരീരത്തിനുള്ള ഓരോ കോശത്തെയും, ഓരോ അവയവത്തിനുള്ളിലെ ഓരോ കോശത്തിനുള്ളിലെയും ഈ പ്രകാശം കയറി ഇറങ്ങി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി കയറി ഇറങ്ങി ഓരോ കോശത്തെയും പൂർണ്ണമായും ശുദ്ധമായ അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ഒരു പ്രത്യേക അനുഭൂതിയിലൂടെ, ഒരു എനർജിയിലൂടെ, ഒരു ആനന്ദത്തിലൂടെ, ഒരു സമാധാനത്തിലൂടെ, സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ പൂർണ്ണമായും നിങ്ങളെ അംഗീകരിക്കാനും, എന്തെല്ലാം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഇത്രയും കാലം എന്തെല്ലാം ചിന്തകൾ,
എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം അതനുഭവിച്ച നിങ്ങളെയും ആ അനുഭവങ്ങളെയെല്ലാം പൂർണ്ണമായും അംഗീകരിക്കാനും അത് നിങ്ങളിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങളെ പൂർണ്ണമായും ഹീലാക്കി കളയാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയവും കടന്ന് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആന്തരിക അവയവത്തിലൂടെയും ഈ ഒരു പ്രകാശം കടന്നുപോയി ഓരോ സെല്ലുകളിലൂടെയും നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ചെറുകുടൽ, വറുകുടൽ, വൻകുടൽ, ആമാശയം, വൃക്കകൾ, ഇങ്ങനെ ഓരോ അവയവത്തിലൂടെയും കടന്നു പോയിട്ട് നിങ്ങളെ പൂർണ്ണമായും റിലാക്സ്ഡ് ആക്കുകയാണ്. ഈ ഒരു എനർജി ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് നിങ്ങളുടെ ഇരു കാലുകളിലുമാണ്. ആ ഇരു കാലുകളിലും തുടകളിലൂടെ, കാൽമുട്ടിലൂടെ, കണങ്കാലിലൂടെ, കാൽപാദത്തിലൂടെ ഇറങ്ങി നിങ്ങളിപ്പോൾ പൂർണ്ണമായും ശുദ്ധമായിരിക്കുകയാണ്, പരിശുദ്ധമായിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഭാരം തോന്നാത്ത ശരീരം ഇപ്പോൾ ഒരു പഞ്ഞിക്കെട്ട് പോലെ, ഒരു പൂമ്പാറ്റയെ പോലെ, ഒരു പഞ്ഞിക്കെട്ട് പോലെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. എല്ലാം മറന്ന് എല്ലാരോടും പുറത്തു കൊടുത്ത് സ്വയം അംഗീകരിക്കാനും സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് എല്ലാരോടും പുറത്തു കൊടുത്തു ഒരു ദൈവിക കണമായിട്ട്, ദൈവത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ സൃഷ്ടാവിന്റെ ഭാഗമായിട്ട്, സൃഷ്ടാവിന്റെ സ്നേഹമായിട്ട്, നമ്മുടെ സൃഷ്ടാവിലേക്ക് ചേരാൻ, സൃഷ്ടാവിന്റെ ഭാഗമാവാൻ എത്രമാത്രം സ്നേഹം നമ്മുടെ സൃഷ്ടാവിന് നമ്മളോടുണ്ടോ ആ സ്നേഹമായി മാറാൻ, എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ പോലെ, എല്ലാവരെയും സ്നേഹിക്കുന്ന സൃഷ്ടാവിനെ പോലെ ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാനും എല്ലാത്തിനെയും എപ്രകാരമാണോ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് അതേപോലെ അംഗീകരിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങൾക്ക് തന്നെ സ്വയം മാപ്പ് നൽകുകയാണ്. യെസ്, യെസ്, ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ഫൊർഗീവ് മൈസെൽഫ്. ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുകയാണ്. ഞാൻ സ്നേഹമാണ്. യെസ്, ഞാൻ സ്നേഹമാണ്. ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. ഐ എം സോറി, ഐ താങ്ക് യു, ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. വാവ്, വാട്ട് എ ഹാപ്പിനെസ്. നിങ്ങൾക്കിപ്പോൾ പൂർണ്ണ ഹാപ്പിനെസ്, പൂർണ്ണ സന്തോഷം, പൂർണ്ണമായും റിലാക്സ്ഡ് ആയ ഒരു അവസ്ഥ ഫീൽ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരെയും അംഗീകരിക്കാം, എല്ലാവരെയും സ്നേഹിക്കാനും അംഗീകരിക്കാനും എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ബിലീവ് ഇൻ മൈസെൽഫ്. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്കിപ്പോൾ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കാം. കാരണം അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് തന്നെ പുറത്തു കൊടുക്കുന്നു. പൂർണ്ണമായും റിലാക്സ്ഡ് ആണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ്ഡ് ആയി, പൂർണ്ണമായും പരിശുദ്ധമായ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാത്തിനോടും നന്ദി പറയുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആരെയൊക്കെ കാണാമോ, എന്തിനെയൊക്കെ കാണാമോ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളെ വേദനിപ്പിച്ച, സന്തോഷിപ്പിച്ച, ഉപകാരങ്ങൾ ചെയ്ത എല്ലാവരോടും നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ സൃഷ്ടാവിന് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകളോട് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതിന് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ജീവിതത്തെ ആക്കി തീർക്കാൻ എനിക്ക് കഴിയുന്നതിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്കെന്നെ അംഗീകരിക്കാൻ കഴിയുന്നതിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ സ്വീകരിക്കാനും എന്നെ അംഗീകരിക്കാനും
ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് എനിക്ക് മാറിത്തീരാനും കഴിയുന്നതിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുറച്ചു നേരം ആ റിലാക്സ്ഡ് ആയ ഒരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന ശേഷം സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും ഒരു തവണ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് റിലാക്സ്ഡ് ആയിരിക്കുക. നിങ്ങളുടെ ആ കൈകൾ രണ്ടും വീണ്ടും ആ രണ്ട് കൈകളും ഒന്ന് റബ്ബ് ചെയ്ത ശേഷം അതിലുള്ള ഒരു ഡിവൈൻ എനർജി അതിലുള്ളതായി സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു എനർജി നിങ്ങളുടെ മുഖത്തും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ആ ഡിവൈൻ എനർജി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. സാവധാനം തിരിച്ചു വരാട്ടോ. സാവധാനം നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ഫീലിംഗ് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. നിങ്ങൾ ഇതുപോലെ മെഡിറ്റേഷൻസും ക്ലാസ്സുകളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സെഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ഒരു ഫീഡ്ബാക്കിലൂടെ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അൺമ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക്. ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈപ്പ് കയറിയത് ഞാൻ പുറത്തായിരുന്നത്. താങ്ക് യു, താങ്ക് യു. ഒരുപാട് നല്ല മെഡിറ്റേഷൻ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു നൽകി. വീണ്ടും ഞങ്ങൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറയാ, പഞ്ഞി പോലെ അവസ്ഥ. അതും ശരിക്ക് രണ്ട് കയ്യിലും വൈബ്രേഷൻ വരുന്നതും പിന്നെ മാമിന്റെ ആ സംസാരിക്കുന്ന ആരാണ്? സുമ്ര മാം ആണോ? അതെ അതെ, ഒന്ന് പറയൂ കേൾക്കട്ടെ. നല്ല എന്താ പറയാ, വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു മെഡിറ്റേഷനിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാം. അത്ര നല്ലൊരു ഫീലായിരുന്നു. എന്റെ രണ്ട് കൈയും വൈബ്രേഷൻ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ, അത് ഞാൻ ദിവസം രാത്രി കേൾക്കുന്നതാണ്. അത് കേട്ടതും എന്റെ ശരീരമൊക്കെ വേറൊരു ലെവലായി പോയി. എനിക്ക് അറിയണ്ടേ അത്ര എന്താ പറയാ, എനിക്ക് മാം പറഞ്ഞ പോലെ ആ പഞ്ഞി പൊങ്ങി പോണ പോലെ എനിക്ക് അങ്ങനെ തോന്നി. അത്ര നല്ല ക്ലാസ്സും നന്നായി ഉണ്ടായിരുന്നു. താങ്ക് യു സൈദ മാം, താങ്ക് യു. കുറച്ച് സമയമാണെങ്കിലും വളരെ നന്നായി, യൂസ്ഫുൾ ആയി, വളരെ വളരെ യൂസ്ഫുൾ ആയി. കുറച്ച് സമയം എടുത്താലും മെഡിറ്റേഷൻ വളരെ നന്നായി. മെഡിറ്റേഷൻ ആണോ? ഞാൻ പിന്നെ 10 മണിയായില്ല, ഒരുപാട് സമയം ഇങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. എന്നാലും വളരെ നന്നായി, വളരെ നന്നായി. നമുക്ക് ഇതേപോലെയുള്ള സെഷൻസ് നിങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടുക. മെഡിറ്റേഷൻ ചെയ്യരുതായിരുന്നു പറയാനോ, നല്ലതല്ലേ പറയാനോ. സമയം കുറച്ചൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സമയം 10 മണി ആയല്ലോ, 10 മണി കഴിഞ്ഞു. മെഡിറ്റേഷന്റെ സമയമാണ്. മെഡിറ്റേഷനിൽ കുറച്ച് സമയം കൂടെ അങ്ങനെ ഇരിക്കാൻ തോന്നിയില്ലേ? നമുക്ക് റെക്കോർഡ് നമ്മൾ തരാട്ടോ. റെക്കോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പോസിറ്റീവ് ഓക്കെ, മെഡിറ്റേഷൻ ഒക്കെ നമ്മുടെ സെഷൻ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ടോ? സെഷനിൽ നിങ്ങൾ എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടോ നിങ്ങൾക്ക്? സെഷൻ ഉപകാരപ്പെട്ടു. റെക്കോർഡ് കിട്ടുമോ? ക്ലാസ്സുകൾ എങ്ങനെ കേൾക്കാൻ പറ്റുക? നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ആ നിങ്ങൾ ചിലപ്പോ വേറെ നമ്മുടെ ആരെങ്കിലും ഒക്കെ തന്ന ലിങ്ക് വഴിയായിരിക്കും നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടാവും അല്ലെ? അതെ അതെ. നമ്മുടെ റെറ്റോറിയ ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്തിട്ടുണ്ടോ? എന്റെ ഗ്രൂപ്പ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടി ഞാനത് പറയാണ്. നമ്മുടെ 25th നമ്മുടെ 6th ബാച്ച് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സെഷൻസിന് ലിങ്ക് കിട്ടാനും മെഡിറ്റേഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മുടെ ഗ്രൂപ്പില് മെമ്പർ ആയിട്ടിരിക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈലാമാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ബാക്കി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ എനിക്കുള്ളത്, നാളെ ഈ ആഫ്റ്റർനൂൺ 3 മണിക്ക് നമുക്ക് ടൈം മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നല്ലൊരു സെഷൻ നമുക്ക് നാളെ വരുന്നുണ്ട്. നമ്മുടെ റെറ്റോറിയൻ സ്പീക്കർ ആണ്, റെറ്റോറിയൻ കോഴ്സ് കഴിഞ്ഞ ആളാണ് പബ്ലിക് സ്പീക്കിംഗ്. ആ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much. സൂപ്പർ ക്ലാസ് ആയിരുന്നു. Thank you so much. Wonderful. ഇനിയും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you so